നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നെക്കുറിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ കൊടുത്തോളൂ, പ്രസിദ്ധീകരിച്ചോളൂ. എന്നെക്കുറിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ ചർച്ചയിൽ അവതാരകൻ തന്നെ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തുകൊള്ളൂ, തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് അതിന് ശേഷം എന്താ പ്രധാനം? എന്തിനാണ് രാവിലെ ഇത് പറഞ്ഞത്? തലേന്ന് രാത്രി വൈകുന്നേരം മുതൽ ഇത് പറഞ്ഞിട്ട് അത് നിഷേധിക്കാത്ത എന്തുകൊണ്ട്? ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ പറഞ്ഞ ഞാൻ കേട്ടു, ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ. അതായത് ഈ പിന്നെ മറ്റേ ശോഭാ സുരേന്ദ്രനല്ല, നമ്മളെ ദല്ലാൾ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണെന്നല്ലേ എൻ്റെ അർത്ഥം. എന്ന് അതിൻ്റെ തലേന്ന് ഉച്ച മുതൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സുധാകരനെതിരായിട്ട് തലേന്ന് ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. സുധാകരൻ BJP-യിലേക്ക് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ രാജയുമായി, അദ്ദേഹം BJP നേതാവാണ്, അവിടത്തേക്ക് വിളിച്ചു, അവിടെ കൊണ്ടുപോയി, അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നു. എല്ലാം നടന്നു. ഇവിടുത്തെ തന്നെ BJP നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു. അത് സുധാകരൻ അംഗീകരിച്ചതാണ്. അത് ശരിയായിരുന്നു, സുധാകരൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ സുധാകരൻ BJP-യിലേക്ക് പോകാൻ പോകുന്നു ഞാൻ പറഞ്ഞു. അതിന് 1 മണിക്കൂർ കഴിയുമ്പോൾ കൗണ്ടറായിട്ട് ഞാൻ തന്നെ BJP-യിലേക്ക് പോകുന്നു എന്ന് വാർത്ത കൊടുക്കുന്നത് എന്ത് ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും വശമായിട്ടാണ്? എന്താ നിങ്ങളുടെ കൈവശത്തിനുള്ളത്? ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ? നിങ്ങൾ ആലോചിക്കണ്ടേ, എന്താ അതിൻ്റെ ലക്ഷ്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ്. അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ അനാവശ്യമായി വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞത്. രാവിലെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. നിഷേധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാർത്ത എന്താ? നിഷേധിച്ചില്ല, അത് ശരിയാണ്. ഇല്ലെങ്കിൽ നിഷേധിക്കേണ്ടതായിരുന്നില്ലേ? അത് മറച്ചു വെച്ചു, പറഞ്ഞില്ല, നിങ്ങൾ വാർത്ത കൊടുക്കും. അത് കൊടുക്കാതിരിക്കാൻ എന്താ? ഉള്ള സത്യങ്ങൾ പറഞ്ഞേക്കാം. ആ സത്യങ്ങൾ പറഞ്ഞു, അതാ ഉണ്ടായിട്ടുള്ള കാര്യം. താങ്കളെക്കുറിച്ച് ഇപ്പം ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഇന്നയാണ് പറഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ താങ്കൾ വിശദീകരണം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ദല്ലാളിൻ്റെ കൂടെയാണല്ലോ ജാവ്ദേക്കർ വന്നത്. ഈ ദല്ലാളൊരു ഫ്രോഡാണ്, ഇയാളുടെ ഒരു കുരുക്കോ അങ്ങനെ. നിങ്ങൾ ആദ്യം നോക്കേണ്ട, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ജാവേദ്കർ, BJP-യുടെ ദേശീയ നേതാവാണ്. എങ്ങനെ വന്നു നിങ്ങൾ ആദ്യം ആലോചിക്കുക. അതല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്? നിങ്ങൾ ചോദിച്ചോ ആരെങ്കിലും? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞങ്ങൾ അത്തരം ആളുകളെ അമിതമായി വിശ്വസിക്കാറില്ല. ഞങ്ങളുടെയൊക്കെ പലരും വരും, കാണും, വർത്തമാനം പറയും. ഞാൻ പൊതുവെ വരുന്നവരെ വളരെ പറഞ്ഞു വിടാറില്ല. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും, കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു. അവരിപ്പോൾ ഇത് ട്രോളടിച്ചുകൊണ്ട് വൈദികം അവിടെ പിന്നെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കറെ കണ്ടതെന്ന്. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടത്തേണ്ട കാര്യം എന്താണെന്ന്? അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി, നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഇല്ലേ? ഏതിനെക്കുറിച്ചാണ് വിവരം ഇല്ലാത്തത്? അത് നടത്തുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ്, ചികിത്സാ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്രൊഫഷണലായിട്ടൊരു കമ്പനിയാണ്. ആ കമ്പനി അവരെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നെറ്റിൽ കിട്ടൂലേ? ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോലും അത് ഒന്ന് നിങ്ങൾ നെറ്റിൽ നോക്കി അപ്പം തന്നെ വിവരം, കമ്പനി ആരൊക്കെ അതിൻ്റെ ആൾ, അതിൻ്റെ ഷെയർ എന്ത്, വ്യക്തതയല്ലേ? അതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യം? ഞാനുമായിട്ട് എന്താ, എൻ്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണെന്നുള്ളത് ശരിയാണ്. ഞാനത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അവരത് ഇൻവെസ്റ്ററാണ്. ശരിയായ വഴിയിൽ, അതിലുള്ള എല്ലാ പൈസയും ശരിയായ വഴിയിൽ വന്നിട്ട് പൈസ എവിടെയുള്ളൂ. അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത് ആർക്ക് പോയി പരിശോധിച്ച്, അതൊക്കെ ഇൻകം ടാക്സ് ആയിരുന്നില്ല. ഈ പിന്നെ രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ് തന്നെ നോക്കുന്നതാണ്.
അത് ചാരിറ്റബിൾ അത് ഇതിൻ്റെ ഓഡിറ്റർമാർ പരിശോധിക്കുന്നതാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട് ഒന്നൊരു കഥ ഒപ്പിക്കില്ലേ? കഥ ഒപ്പിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് 5-നാണ്, മറ്റേത് മാർച്ച് 1-നാണ്. ഇരിക്കട്ടെ, ഒരു പാലം ഇതിൻ്റെ മേലെ ചാർത്തി കൊടുക്കുക. അങ്ങനെ ഒരു പത്രധർമ്മം ഉണ്ടോ? ഒരു വാർത്ത കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഉള്ളത് കൊടുത്തോളൂ. നിങ്ങൾ ഉള്ള കൊടുക്കുന്നതല്ലേ ഞങ്ങൾക്ക് ആയിരിക്കാം എതിർപ്പുള്ളത്? ഈ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്ത് വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഉൾപ്പെടെ ഈ കൂട്ടുകെട്ടിൽ ജാഗ്രത ഉണ്ടായില്ല എന്നുള്ള വിമർശനം BP അംഗീകരിക്കുന്നുണ്ടോ? അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായൊരു സന്ദേശമാണത്. മാധ്യമക്കാരോടും കൂടെ സന്ദേശമാണത്. നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകർഷകരായി പോകരുത്. സാമ്പത്തികമായിട്ട് നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാൻ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉപയോഗിച്ച് വട്ടം കറങ്ങി നടക്കുന്നവരുണ്ട്. അതിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നുള്ള മഹത്തായൊരു സന്ദേശമാണത്. അതെല്ലാവർക്കും കൂടെ സന്ദേശമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാമുള്ള മഹത്തായൊരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. ആ അടിസ്ഥാനത്തിലാണോ കണ്ടത്? നിങ്ങൾ എപ്പോഴും നോക്കിയാലും അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളിലേക്ക് നിരീക്ഷിക്കുന്നില്ലല്ലോ. വേറെ വഴിയിലല്ലേ നോക്കുന്നത്? ആ നോക്കുന്നതാണ് തെറ്റായിട്ടുള്ള സമീപനം. അതുകൊണ്ട് ശരിയായ നിലയിൽ മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണം. സത്യസന്ധമായി കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും എതിർക്കാൻ സാധിക്കില്ല. വസ്തുനിഷ്ഠമായിരിക്കണം അത്.